അപ്പോൾ മുല്ലശ്ശേരി ഭാഗത്തു നിന്നുള്ള ഫാഷൻ സ്ട്രീറ്റുകാരെയൊക്കെ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് മാറ്റി. സ്റ്റാൻഡ് നമ്മളിതിൽ വന്നതാണ്, പക്ഷേ റെക്കോർഡർ ആയിരുന്നില്ല എന്ന് സ്റ്റാൻഡിൻ്റെ നല്ല തിരക്കാണോ. നമുക്കിങ്ങനെ പോകാമല്ലോ, അത് നോക്കിയില്ല. എല്ലായിടത്തും നിൽക്കണ്ട്. സ്റ്റാൻഡിനകത്ത് തീർന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടം വരെ വന്നതല്ലേ. ചെയിൻ തെറ്റിയപ്പോൾ നീച്ചു വരും. നമ്മളിത് പതിയെ ഇങ്ങനെ കയറാം. രണ്ടും കളിച്ച് ഈ പാലത്തിൽ കൂടി ഇവിടെ KSRTCയുടെ ഗ്യാരേജ് ഇവിടെ ലെഫ്റ്റ് ഉണ്ട്. ഈ പാലം എങ്ങോട്ടാ പോകുന്നൊരു പിടിയില്ല കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പാലത്തിൽ കൂടി വരുന്നത്. ഈ പാലം അങ്ങോട്ട് നഗരത്തിൻ്റെ വിശാല ദൃശ്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു പച്ചപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് തോടും പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. എന്താണ് അതൊരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ പൈപ്പൊക്കെ കാണുന്നുണ്ട്. നഗരത്തിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു കാട് പോലെ കാണുമ്പോൾ വഴിച്ചേതാ വഴിയെന്നറിയില്ല. നമുക്കതിന് കുറച്ചുകൂടി ഇത് ഇവിടെ ഏതോ നോട്ടില്ല. ഇതൊരു ബോർഡുണ്ട്. ഇവിടെ കാർപ്പറ്റൊക്കെ വെക്കാൻ പറ്റും. ഇതിൻ്റെ കാരണം കലൂര് നേരെ കടവന്ത്ര റൈറ്റ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, അതാണ് സംഗതി. അല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് അങ്ങോട്ട് പോകാൻ. അങ്ങോട്ട് പോയിട്ട് കാര്യം ഇതിപ്പോൾ സിറ്റിയുടെ ചെറിയ ഭാഗമുണ്ട്. അല്ല പിന്നെ ലെഫ്റ്റോ റൈറ്റോ പോകണം. ലെഫ്റ്റ് വീടില്ല. ഇവിടെ എന്താണെന്ന് നോക്കാമല്ലോ. നമുക്കിരി സ്വസ്ഥത ഉണ്ടാവും. വണ്ടിയും വേണം തിരക്കൊന്നുമില്ല. ഇത് റെയിൽവേ കോർട്ടേഴ്സ് ആണെന്നല്ലോ. സ്ഥലം പിടിയില്ല. ഗാന്ധിനഗറാണെന്നോ? ഗാന്ധിനഗറാണ് കേട്ടോ. പണ്ടൊരു വാടകയുടെ അന്വേഷിച്ച് ഭാഗത്ത് തോന്നുന്നുണ്ടായിരുന്നു. ഗാന്ധിനഗറായിട്ടാണ് തോന്നുന്നത്. സിറ്റിയുടെ തന്നെ മറ്റൊരു ഭാഗമുണ്ടോ? അങ്ങോട്ട് പോകണ്ട, ഇതിൽ പോയി നോക്കാം. ഇത് തന്നെ ഗാന്ധിനഗറാണ് ശരിക്കും. ഗാന്ധിനഗർ ഇതിനകത്തൊക്കെ സാധനക്കാർ ജീവിക്കുന്ന ഏരിയ. ഇതൊക്കെ ഉൾപ്രദേശങ്ങളാണ്. എറണാകുളത്തിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞിറങ്ങിയ റോഡൊക്കെ.
ഒരു സിറ്റി ആണെന്ന് പറഞ്ഞാൽ കാര്യമില്ല. ബാക്ക് സ്ട്രീറ്റ് ഇങ്ങനെയാണ്. ഗാന്ധിനഗറാണ് ശരിക്കും. അങ്ങോട്ട് പോയിട്ട് നമുക്ക് നേരെ പോയിട്ട് അവിടെ നിന്നും പോരാം. ആക്സിഡൻറ്റ് നമുക്ക് ഇതിൽ അങ്ങ് പോവാം. ഇവിടെ ലെഫ്റ്റ് നേരെ ഉണ്ടാവില്ല ചിലപ്പോൾ. ലെഫ്റ്റ് പോവാം. പഴയ ഒക്കെയോട്ട വന്നുണ്ട് ഈ ഭാഗത്ത്. ശരിക്കും പറഞ്ഞാൽ ചേരി പ്രദേശം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതിനത്രയും മോശം മണമൊക്കെയുണ്ട്. അതുകൊണ്ട് ഇത് ഗാന്ധിനഗറാണോ? ഗാന്ധിനഗറാണല്ലേ? ഓക്കെ ഓക്കെ. ഗാന്ധിനഗർ അപ്പോൾ പണ്ട് വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ഇത്രയും വർഷം മുമ്പ്. വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിമാണ്. അപ്പോൾ നമ്മൾ ഗാന്ധിനഗറിന് വിശേഷം. അപ്പുറത്തേക്ക് നമ്മളധികം പോയില്ല. ബാക്ക് സ്ട്രീറ്റാണ്. ഇവിടെയൊക്കെ ഒരു വഴിയുണ്ട്, ഇതിലേ കയറി പോയാൽ പയ്യൻ വരുന്നു. അതൊക്കെ ബാക്ക് സ്ട്രീറ്റാണ് ഗാന്ധിനഗർ. നമ്മൾ ബാംഗ്ലൂർ, ചെന്നൈ ഭാഗങ്ങളിലൊക്കെ കാണുന്ന അതേ സംഗതി തന്നെയാണ് ഇവിടെ. ബാക്ക് സ്ട്രീറ്റാണ് ഗാന്ധിനഗർ. അനുഭവത്തോടെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള നമ്മുടെ സിറ്റി ആ ഭാഗത്ത് തിരക്കുടിച്ച ലൈഫും ഇവിടെ സാധാരണ ടൈപ്പാണ്. നമ്മളിപ്പോൾ വന്നത് അവിടെ നിന്നും നമുക്കിങ്ങനെ പോവാം. പോയിട്ട് ഇവിടെ വഴിയില്ല. ആ ഇതിൽ രണ്ട് സൈഡും ഇടിഞ്ഞ സ്ഥലങ്ങൾ. ഇവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. രണ്ട് സൈഡും എടുത്ത് പയ്യനവിടെ ഇട്ടുണ്ട്. നോക്കട്ടെ പോകാം. പട്ടഞ്ചാടോ ഇതെല്ലാം പതിയെ പോവാം. പോകാം. അപ്പം ഗാന്ധിനഗറിൻ്റെ ഇടുങ്ങി ഭാഗങ്ങളാണ് കേട്ടോ. രണ്ട് സൈഡിലും മുട്ടിയ വീടുകൾ. ചെറിയൊരു വഴി. എറണാകുളം സ്ട്രീറ്റാണ്, എറണാകുളം നഗരമാണ്. ഇതിലേ പോയിട്ട് അതിൽ ഇതിലേ അതുപോലെ അവിടെ പോകുന്നറിയില്ല, അവിടെ ചെന്നറിയില്ല. നോക്കാം. MIG MIG എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വക സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഫണ്ട് പണിത് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ വീടൊക്കെ ഉണ്ട്, റൈറ്റ് സൈഡിൽ കണ്ട വീടുകൾ. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെയാണ് ശരിക്കും. അന്ന് ഏകദേശം 25,000 രൂപയ്ക്ക് ഒരാൾക്ക് കൊടുത്തുള്ള വീടുകളാണിത്. 2 നിലയ്ക്ക് അതിലും കൊള്ളുന്നുണ്ടെന്ന് തോന്നുന്നത്. 2 സെൻറ്റ് സ്ഥലവും. അപ്പോൾ ഞങ്ങളത് പടമുകളിലുണ്ട്. അവിടെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. പടമുകളിൽ വർക്കിൻ്റെ ആവശ്യത്തിന് വാടക താമസിക്കാന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ ആവശ്യത്തിന് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കണ്ട ഒരു ടാപ്പറായിട്ടുള്ള വീട് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. അത് ഗവൺമെൻറ് കൊടുത്തുള്ളതാണ്, ഗവൺമെൻറ്റിൻ്റെയാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെയൊക്കെ പൊളിച്ചവർ പണിതിട്ടുണ്ട്. ഈ കാണുന്ന വീടൊക്കെ അങ്ങനത്തെ MIG എന്നുണ്ട്. MIG എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ ഫോം എന്നറിയില്ല. അവിടെ ഒരു പാർക്കുണ്ട്. കേട്ടോ, ഗാർഡൻ സ്ട്രീറ്റ്. ഇപ്പോൾ കഴിഞ്ഞ വന്നത് നമ്മൾ ഗാർഡൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ നഗരസഭ ഗാർഡൻ വാക്ക്വേ പാർക്ക് ഗാന്ധിനഗർ. ഓക്കെ, ഇത് ഗാന്ധിനഗറാണ്. നമ്മളിപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇരുട്ടായി എന്നാലും ഈ കാണുന്ന വീടുകളുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് കൊടുത്തുള്ള വീടുകളാണ് പണ്ട്. നമ്മൾ വന്നും പോയൊക്കെ വഴികളുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ചെറുകിട ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്.